ശ്രീ എൻ വി ബാലകൃഷ്ണൻ, നമുക്ക് സമീപനത്തിലേക്ക് കേരളത്തിന്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ശരി കേരളത്തിന്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്, കേരളത്തിലെ ആഭ്യന്തര രാഷ്ട്രീയം CPM-ന്റെ ദേശീയ നയം തീരുമാനിക്കുന്ന വിധത്തിലേക്ക് ആ പാർട്ടി സംഘടനാപരമായി ദുർബലപ്പെട്ടു എന്ന് വേണമോ കാണാൻ? അത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ രാഷ്ട്രീയ അധികാരമുള്ളൂ, അതിന്റെ മാത്രം പ്രതിഫലനമാണ്? അത് കേരളത്തിലെ രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പൊ അരുൺകുമാർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, 1964 CPM അംഗീകരിച്ച ഒരു പാർട്ടി പരിപാടിയുണ്ട്. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അന്വേഷിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പാർട്ടി പരിപാടി വളരെ കൃത്യമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി നിൽക്കുകയാണ്. യാതൊരു കാരണവശാലും സംസ്ഥാനങ്ങളിലെ പാർലമെന്ററി സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ ജനങ്ങളിൽ വ്യാമോഹമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അതായത് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ജനകീയ ജനാധിപത്യമാണ്. ഞാൻ അരുൺകുമാറോട് ചോദിക്കട്ടെ, ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ കുറിച്ച് CPM പറഞ്ഞൊരു കാര്യം CPM-ലെ റാങ്ക് ആൻഡ് ഫയലിൽ ഒരു പാർട്ടി അണികളോ അനുഭാവികളോ ആരെങ്കിലും ഓർക്കുന്ന പോലും ഉണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം അവരുടെ മുമ്പിലില്ല. പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത് അസംബന്ധമല്ലേ അരുൺകുമാറെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2014 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 2024 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എത്രയാണ്? നിങ്ങൾ അതിന്റെ കണക്ക് ഞാൻ കൂടെ കൃത്യമായി ടേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ 1 ലക്ഷത്തിന്റെ വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറഞ്ഞത്. നേരത്തെ ഷാഫി ചാലിയൻ ചൂണ്ടിക്കാണിച്ച ഈ ത്രികോണ മത്സരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം ജയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നതിനപ്പുറത്തോട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലും CPM മുന്നേറുകയാണെന്ന് പറയുന്നത് അസംബന്ധമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടോ അതിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ ഒറ്റ കാര്യവുമായി ബന്ധപ്പെട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നോക്കൂ, ഈ കോൺഗ്രസിനെ എതിർക്കുന്നു കേരളത്തിൽ എന്നുള്ളതല്ല ഇതിനകത്തെ പ്രശ്നം. BJP പോലുള്ള ഒരു RSS പോലുള്ള സംഘപരിവാർ ഫാസിസത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കുക എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് ഒന്നും ആവണ്ട, അത്യാവശ്യം ജനാധിപത്യ ബോധമുള്ള ആർക്കും ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2023 പാർട്ടി കോൺഗ്രസ് വന്ന സമയത്ത് അതിനകത്ത് ഇത് ഫാസിസ്റ്റിക് സ്വഭാവം ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. യെച്ചൂരിയുടെ ഒരു അതിനകത്തുള്ള ഇടപെടൽ, കേന്ദ്ര കമ്മിറ്റിയിലുള്ള വോട്ടെടുപ്പ്, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതങ്ങനെയാണെങ്കിൽ 2024 വരുമ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ഈ അതിനകത്ത് വോട്ടെടുപ്പ് നടത്തി, പ്രമേയം അവതരിപ്പിച്ച് വോട്ടെടുപ്പ് നടത്തി BJP ഫാസിസ്റ്റിക് ആണ് എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ച് സീതാറാം യെച്ചൂരിക്ക് അത് നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചു. ഇന്നിപ്പോ 2024 പോകുന്നവരെന്താണ്? വളരെ കൃത്യമായ രേഖക്കകത്ത് പറയാണ്, ഇത് ഫാസിസ്റ്റോ നിയോ ഫാസിസ്റ്റോ ആയ ഒരു ഗവൺമെന്റ് ആണ് മോഡിയുടെ. ഞങ്ങൾ പറയുന്നില്ല, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാസിസം അധികാരത്തിൽ വന്നാൽ നമുക്ക് ഈ ചർച്ച നടക്കുമോ? ശരിയാണ്, ഫാസിസം അധികാരത്തിൽ വന്നാൽ നമ്മൾ ചർച്ച നടക്കൂല. പക്ഷെ ഫാസിസം അധികാരത്തിൽ വന്നാൽ ചർച്ച നടക്കൂല എന്നുള്ളത് കൊണ്ടാണ് അരുൺകുമാറെ ഫാസിസം വരുന്ന വഴികൾ അടച്ചു വെക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുമ്പിൽ അതിനുള്ള ഒരുപാട് അനുഭവമുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇന്ന് ഇന്ത്യയെ പോലെ ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ ചെറുക്കുന്നതിന് വിശാലമായ ജനാധിപത്യ സഖ്യം കെട്ടിപ്പടുക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അതായത് ഇന്ത്യയിൽ BJP എന്ന നിലയിൽ എന്തുകൊണ്ട് CPM ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം.